ഹായ് ഗായ്സ്, ബിഗ് ബോസ് സീസൺ 6 ഇപ്പം 4ാമത്തെ ആഴ്ചയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. സ്റ്റാർട്ടിങ് മുതലേ അടിയും വഴക്കും ബഹളങ്ങളും ഒക്കെയാണ്. ഇപ്പം അതിനേക്കാട്ടും വലിയ സംഭവബഹുലമായ കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മുടെ പബ്ലിക്കിന് എന്താ പറയാനുള്ളതെന്ന് നമുക്ക് നോക്കാം. അവർ രണ്ടുപേരും ടീം പ്ലേ ആണ് കളിക്കുന്നത്. അതിൻ്റെ ആവശ്യമില്ല, ഗെയിമല്ലേ. അപ്പം അതിനകത്ത് ആ വർത്തമാനം വരുമ്പോൾ നമ്മൾ ഫാമിലി ആയിട്ട് കാണുന്നതല്ലേ, ആവശ്യമില്ല. കല്യാണം കഴിക്കാത്തൊക്കെ കുട്ടിയല്ലേ, കുറച്ചൊക്കെ ഒരു ഇത് വേണ്ടേ. ഇത് എനിക്കിഷ്ടമല്ല. പെണ്ണുങ്ങൾക്ക് പോലിക്കുന്ന നാട്ടുകാരൊക്കെ ഇതല്ലേ, ഇതൊക്കെ നാട്ടിലെ കൊച്ചു പിള്ളേരൊക്കെ കാണണല്ലേ. അയാൾ നല്ല ആളാണ്, നല്ല ഗെയിം കളിക്കുന്ന ആളാണ്. നമുക്ക് ക്ലിയർ ആവുന്നില്ല പുള്ളി പറയുന്നത് എന്താന്നുള്ളത്. മലയാളികളുടെ ഒരു കൾച്ചർ അല്ലല്ലോ അവരുടെ. അവർ നോർത്ത് ഇന്ത്യൻ എങ്ങാണ്ടുള്ള ആൾക്കാരല്ലേ. അവരുടെ സംസാരത്തിൽ നിങ്ങൾ തമിഴാണോ തെലുങ്കാണോ എന്ന് അറിയില്ലല്ലോ. ഇപ്പൊ എന്നെ കൂടെ വന്നിട്ടില്ല, അവന്റെ സെറ്റപ്പഴ സാധനം ഞാൻ പൊട്ടിച്ചിട്ട് ഞാൻ സെറ്റ് ആക്കുമേ. എല്ലാം നല്ല ഒരു ഇതാക്കിയിട്ട് ആദ്യമേ തുടക്കത്തിലെ ആദ്യമായിട്ടൊക്കെ വന്നതാ. പിന്നെ അങ്ങോട്ട് എല്ലാം വഷളായി പോവുക. എന്തിനാ ഉന്തും തള്ളും, അങ്ങോട്ട് തോന്നി ഇങ്ങോട്ട് മാറി, അവിടെ ഇരിക്കല് ഇവിടെ ഇരിക്കല്, അങ്ങോട്ട് ഓടി ഇങ്ങോട്ട് ഓടി, നീ അത് ചെയ്തില്ലടാ, നീ ഇത് ചെയ്തില്ലടാ, നീ അത് വെച്ചില്ലടാ. ജാസ്മിൻ ഗബ്രിയൊക്കെ എന്താണ് കിടന്ന് കാണിക്കണത്? എടി ഓടി അവിടെ വെച്ച് ഇവിടെ വെച്ച്, നീ അങ്ങാട് പോടാ, നീ ഇങ്ങാട് പോടാ, അയ്യക്കട്ടെ കാരണത്തിട്ടടിച്ച് ഇവന്റെ മുഖത്തിട്ടടിച്ച്. പക്ഷെ ഈ ലാസ്റ്റ് വന്നതിൽ ഒരു കാര്യം മോഹൻലാലിന് പോലും ഇഷ്ടപ്പെടുന്നില്ല. ഉള്ള കാര്യം പറയാല്ല. ജാൻമണീനെ അറിയില്ലേ? ജാൻമണി അവർ വീട്ടിൽ അടി ഉണ്ടാക്കുന്ന സമയത്തൊക്കെ ഭയങ്കര ചീത്ത വാക്കുകൾ ഉപയോഗിച്ചിട്ടാണ് സംസാരിക്കുന്നത്. പോരാത്തതിന് അങ്ങോട്ടേക്ക് എനിക്ക് എന്തും പറയാം, പക്ഷെ എന്നെ തിരിച്ചിങ്ങോട്ട് ആരും ഒന്നും പറയാൻ പാടില്ല എന്നുള്ളൊരു ടൈപ്പ് സ്വഭാവമാണ്. ഇതിനെപ്പറ്റി എന്താണ് അഭിപ്രായം? ഭയങ്കര മോശമാണ്. അവരെ കുറിച്ച് അങ്ങനെ പറയാൻ പാടില്ലല്ലോ. വീട്ടുകാരെ കുറിച്ച് അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പിന്നെ എന്നെ പറഞ്ഞാൽ അങ്ങനെ പറയാൻ പാടില്ല, അങ്ങനെയൊക്കെ പറയണ്ടല്ലോ. അതുകൊണ്ട് മോശമായി. മൊത്തത്തിൽ ജാൻമണീന്റെ ഒരു ഗെയിമിങ്ങിനെ പറ്റി എന്താ അഭിപ്രായം? ബിഗ് ബോസ് വീട്ടിൽ ഒരു സ്ട്രാറ്റജിയാണ് കാണിക്കുന്നത്. ജാസ്മിൻ ഗബ്രി പ്രണയ വിഷയം ഭയങ്കര ചർച്ചയായിരുന്നല്ലോ. ഇപ്പൊ അവര് തമ്മിലൊരു സ്പ്ലിറ്റ്, രണ്ടും രണ്ട് വഴിക്ക് പോകുന്നു എന്നുള്ളൊരു ഇതാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതിനെപ്പറ്റി എന്താ അഭിപ്രായം? ഗെയിമിംഗ് പ്ലാനാണ് അവർ രണ്ടുപേരും മറ്റേ ടൈഫോണിന്റെ ഇത് തന്നെ കാണിച്ചിരുന്നത് ഇന്നലത്തെ. അപ്പൊ ആദ്യം തന്നെ കാണാം എന്തായിരുന്നു ജാസ്മിൻ ഗബ്രീന്റെ ഫോട്ടോ എടുത്ത് തന്നെ വെച്ചത്. ജാസ്മിന്റെ വീട്ടിൽ നിന്ന് ഉപ്പ വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് നമ്മളെ ആരെയും കാണിച്ചില്ല, ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കഴിഞ്ഞ ദിവസം ഇൻസ്റ്റഗ്രാമിലൊക്കെ ഒരു റീൽ ഭയങ്കര വൈറലായി. അതായത് വീട്ടിൽ നിന്ന് അച്ഛൻ വിളിച്ച് ചീത്ത പറഞ്ഞു എന്നുള്ള രീതിയിൽ അവർ ചെറുതായിട്ട് സംസാരിക്കുന്നത്. അപ്പം ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസ് ഒരു ഫേക്ക് ഗെയിം കളിക്കുകയാണോ? ബിഗ് ബോസ് അല്ല അസുഖത്തിന്റെ കാര്യമല്ല പറഞ്ഞത് എന്നുള്ള രീതിയിൽ സോഷ്യൽ മീഡിയയിൽ മൊത്തം ടോക്ക് വരുന്നു. അവർക്ക് രണ്ടുപേർക്കല്ലേ അറിയാൻ പാടുള്ളൂ. നമുക്കറിയാൻ പാടില്ലാത്ത കാര്യം നമ്മൾ പറയാൻ പാടില്ല. ജാൻമണി ബിഗ് ബോസ് വീട്ടിൽ കളിക്കുന്ന ഗെയിമിനെ പറ്റി എന്താണ് അഭിപ്രായം? വളരെ മോശമാണ്. അങ്ങനെ എന്താ പറഞ്ഞാൽ ഒരു ഗബ്രിയും ജാസ്മിനും തമ്മിൽ ഒരു അടി ഉണ്ടായിരുന്നു. അപ്പൊ അതൊരു വേറെ യൂസ് ചെയ്തത് സത്യം പറഞ്ഞാൽ കറക്റ്റ് അല്ല, തെറ്റാണ്. എനിക്കാണ് പോകാനുള്ള സാധ്യത കൂടുതൽ. ഈ നോറ ജാസ്മിന്റെ ഇഷ്യൂ ഉണ്ടല്ലോ, അതായത് അവര് തമ്മിൽ അടി ഉണ്ടായ സമയത്ത് പുറത്തുനിന്നുള്ള ഒരു ഫോൺ കോളിനെ പറ്റിയൊക്കെ സംസാരിക്കുന്നത്. അപ്പം ആ ഒരു ഇഷ്യൂല് എന്താണ് താങ്കളുടെ മുന്നേ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായതായിട്ട് അറിഞ്ഞിരുന്നു? ഇന്നലെയും കൂടെ എന്നെ തല്ലി പിടിച്ചതാണ്. അപ്പൊ അവരുണ്ടായാലും ഇപ്പൊ ശത്രുവാണ്. ഫസ്റ്റൊക്കെ ഒരു പ്രശ്നം ഉണ്ടായാലും ഫസ്റ്റൊക്കെ നല്ല കൂട്ടായാലും ഇപ്പൊ ഒരാളടുത്ത് ഒരാളായാലും ഇപ്പൊ സ്പ്ലിറ്റാണ്. മിണ്ടാറ് പോലും ഇടക്കിടയ്ക്ക് മിണ്ടാറുള്ളൂ എന്ന് പറയാനുണ്ട് ഇപ്പൊ ബിഗ് ബോസിൽ. നേരത്തെ ഫോണിന്റെ ടാസ്കിൽ തന്നെ ഇവർ രണ്ടുപേരും ഒന്നിച്ചാ കളിച്ചത്. ഗബ്രി ജയിച്ചെങ്കിലും പക്ഷെ ജാസ്മിനെ എടുക്കുമെന്ന് ജാസ്മിനെ അറിയാം. രണ്ട് ടീം പ്ലേ ആണ് കളിക്കുന്നത്. ജാൻമണി വീട്ടിൽ ഗെയിം കളിക്കുമ്പോഴും അടി ഉണ്ടാക്കുമ്പോഴും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകള് ഭയങ്കര ശാപവാക്കുകൾ യൂസ് ചെയ്തിട്ടാണ് അഭിസംബോധന ചെയ്യാറുണ്ട്. അപ്പൊ അത്തരമൊരു ഗെയിമിങ് അല്ലെങ്കിൽ ആ ഒരു സ്വഭാവത്തിനെ പറ്റി എന്താണ്? അതിൻ്റെ ആവശ്യമില്ല, ഗെയിമല്ലേ. അപ്പം അതിനകത്ത് ആ വർത്തമാനം വരുമ്പോൾ നമ്മൾ ഫാമിലി ആയിട്ട് കാണുന്നതല്ലേ, ആവശ്യമില്ല. ബാഡ് വേർഡ്സ് ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട് ഇവര്, അല്ല അത് കുറച്ചൊക്കെ കട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ജാൻമണി കുറച്ച് അങ്ങോട്ട് വെറുതെ വയലന്റ് ആയിട്ട് വെറുതെ ഒരു കാര്യമില്ലാത്ത കാര്യത്തിന് വയലന്റ് ആവണം, ആവശ്യത്തിനല്ല. അതായത് ഇപ്പം ജാൻമണിക്ക് അങ്ങോട്ട് എന്തും പറയാം, തിരിച്ചിങ്ങോട്ടും പറയാൻ പാടില്ല. പുള്ളിക്കാരത്തേക്ക് അങ്ങനത്തെ ഒരു മൈൻഡാണ്. അങ്ങാട് പറയും പുള്ളി, പെട്ടെന്ന് ഇങ്ങാട് ആരെങ്കിലും എന്തെങ്കിലും ചെറിയൊരു വാക്ക് പറഞ്ഞാൽ മതി, പിന്നെ പുള്ളി അങ്ങ് തകർക്കും. പുള്ളിക്ക് മാനസികമായിട്ട് പിന്നെ പ്രശ്നങ്ങളായി, പിന്നെ ആകെ വയലന്റ് ആയി. അങ്ങനത്തെ ഒരു മൈൻഡാണ് പുള്ളിക്ക്. ആള് നല്ല ഇതാണ്, നമുക്ക് അവരെ മട്ടും ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അവരെ വർത്താനോ ഓടി വരലും പിന്നെ തമ്മിൽ തല്ലിക്കാൻ പുള്ളി വലിയ ഇൻട്രസ്റ്റ് ആണ്. ഇവിടെ കുറഞ്ഞ കാര്യം അവിടെ ചെന്ന് പറഞ്ഞു കൊടുക്കാൻ ജാൻമണിയാണ്. പിന്നെ ഇതൊരു 2 പ്രാവശ്യം ഇപ്പൊ വയലന്റ് ആയി, അതിന്റെ ആവശ്യമില്ല. കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമില് വൈറലാവുന്ന റീൽ എന്ന് വെച്ചാൽ ഇവർ ആ വട്ടം കൂടി ഇരുന്ന് സംസാരിക്കുന്നിടത്ത് പെട്ടെന്ന് ജാസ്മിൻ എണീച്ചിട്ട് എന്റെ അച്ഛന് എന്നെ പൊരിച്ചിട്ട് ഇരിക്കുകയാണ് എന്നുള്ള ഒരു ഇത് പറഞ്ഞു. അപ്പൊ അവര് തമ്മിലുള്ള ഫോൺ കോൾ ഇതുവരെ കാണിച്ചിട്ടില്ല. അപ്പം ഒരുപാട് ചർച്ചകൾ വരുന്നത് ബിഗ് ബോസ് ഒരു ഫേക്ക് ഗെയിം കളിക്കുകയാണ്, പുറത്തുനിന്നുള്ള ഇൻഫർമേഷൻസ് ഇതിലേക്ക് കൊടുക്കുന്നുണ്ട്, പക്ഷേ ജാസ്മിന് കൊടുത്തിട്ടുണ്ട്. തോന്നുന്നുണ്ടോ ബിഗ് ബോസ് ഒരു ഫേക്ക് ഗെയിം കളിക്കുകയാണ്?
നമുക്ക് ഞാനിപ്പോ സീസൺ 6ഉം 5 കണ്ടിട്ടുള്ളൂ. ഫേക്ക് ആയിട്ട് തോന്നണില്ല. പിന്നെ അങ്ങനെ അവരുടെ വീട്ടിലെ കാര്യം ജാസ്മിന്റെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഇതുവരെ. വേറെ ഒരു ഇതുവരെ കളിച്ചിട്ട് ആരുടെയും ഒരു ഇതും പറഞ്ഞിട്ടില്ല. ഇങ്ങനെ ഫാദറിന്റെ ആണെങ്കിലും വന്നേക്കണത് ഇതുവരെ ഒരു ഗെയിമിലും ഇതുവരെ പറഞ്ഞിട്ടില്ല. ജാസ്മിന്റെ കാര്യം മാത്രമേ ഇങ്ങനെ ഒരു ഇഷ്യൂ വന്നിട്ടുള്ളൂ. അതുകൊണ്ടായിരിക്കും ആളുകൾക്ക് അങ്ങനെ തോന്നുന്നത്. പക്ഷെ അന്ന് ബിഗ് ബോസ് പറഞ്ഞത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് പലരോടും എന്നാ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ നമ്മള് ഇതുവരെ ആരും കണ്ടിട്ടില്ല പറയുന്നത്. ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് ജാസ്മിനും ഗബ്രിയാണ് വന്നിട്ടുള്ളത്. ഇനി ഇവരിൽ ഒരാൾ ക്യാപ്റ്റൻ ആയി കഴിഞ്ഞാൽ ഒരാൾക്ക് അധികാരം വരും. അപ്പൊ ഇവർ തമ്മിൽ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ആ ഒരു ബന്ധം തകരാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഇവര് തമ്മിൽ രണ്ടുപേരും കൂടെ ഒരുമിച്ചാണ് ഈ കളി മുഴുവനും കളിക്കുന്നത്. എന്ത് കളി കളിക്കുമ്പോഴും ഇവര് തമ്മിലാണ്. ഇപ്പൊ ജാസ്മിനെ പറഞ്ഞാൽ അപ്പൊ ഗബ്രി ചൂടാവും, ഗബ്രിനെ പറഞ്ഞാൽ ജാസ്മിൻ ചൂടാവും. അപ്പൊ ക്യാപ്റ്റൻ കളിയിൽ അവർ അത് തന്നെ മുന്നോട്ട് കൊണ്ടുപോകും. അവര് തമ്മിൽ തല്ലുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവർ രണ്ടുപേരും കൂടി ആലോചിച്ചാണ് എന്ത് വർത്തമാനവും പറയണതും എല്ലാം കൊണ്ടുപോകുന്നതൊക്കെ രണ്ടുപേരും ഒരുമിച്ചാണ്. പ്രത്യേകിച്ചൊന്നുമില്ല. ജിൻഡോയുടെ ഗെയിം സ്ട്രാറ്റജി, ബിഗ് ബോസ് ഉള്ളിലുള്ളവർ പറയുന്നത് ജിൻഡോ ഒരു മണ്ടനാണ്. പക്ഷെ പുറത്തുനിന്ന് നോക്കുന്ന സമയത്ത് എനിക്ക് അവരുടെ ഗെയിം സ്ട്രാറ്റജി ആയിട്ടാണ് തോന്നുന്നത് അത് ശരിക്കും മണ്ടനാണ്. അയാൾ മണ്ടനൊന്നുമല്ല. ഇവരെല്ലാരും കൂടി അയാളെ മണ്ടനാക്കുന്നത്. അയാൾ മണ്ടനൊന്നുമല്ല. അയാൾ അങ്ങനെ ഒരു മണ്ടനാണെങ്കിൽ അതിനകത്ത് കളിക്കാൻ വരില്ലല്ലോ. അയാൾ മണ്ടനൊന്നുമല്ല. പക്ഷെ ഇവരെല്ലാരും കൂടി അയാളെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. കുറച്ചൊക്കെ അയാളെ കഴിഞ്ഞ് പൊട്ടത്തിന് അയാൾ വന്ന് പോകുന്നുണ്ട്. മനുഷ്യരല്ലേ, അയാളൊരു സെലിബ്രിറ്റി അല്ല. അപ്പൊ അതിൻ്റെതായ ഒരു കുറച്ച് പ്രശ്നങ്ങളൊക്കെ അയാൾ കാണിക്കുന്നുണ്ട്. പക്ഷെ അയാൾ മണ്ടനൊന്നുമല്ല. ഇവരൊക്കെ കൂടി മണ്ടനാക്കുന്നു. ഇപ്പൊ അയാൾ ഒന്നും കൂടി എല്ലാവരും മുമ്പിൽ ഭ്രാന്തനെ പോലെ ആയി. ഇപ്പൊ ഒന്നും കൂടി കഴിഞ്ഞ ദിവസം ജാസ്മിന്റെ ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചിട്ട് അടി ഉണ്ടാക്കി. ആ ഒരു വിഷയത്തിൽ നിങ്ങൾ അതിന്റെ അവൾ കുളിക്കാൻ പോകുമ്പോഴാണ് ഇവര് മീറ്റിംഗ് വെച്ചത്. അപ്പൊ അവൾ ഓൾറെഡി അവിടെ ഇട്ടതിൽ അതിന് വലിയ കുറ്റമൊന്നുമില്ല. ഇയാളത് തൂത്തുവാരുന്നിട്ട് മുട്ട വലിച്ചെറിഞ്ഞത് ഇതും തമ്മിൽ യാതൊരു വ്യത്യാസം. പുള്ളിക്ക് എന്തെങ്കിലും കുറ്റമുണ്ടെങ്കിൽ മറ്റുള്ളവരെ വേഗം ഇതാക്കുന്നതാണ്. അല്ലാണ്ട് ജാസ്മിന്റെ വലിയ ആ സമയത്ത് കുറ്റമൊന്നുമില്ല. അവളവിടെ ഇട്ടു. പക്ഷെ അയാൾ ഇന്നലെ നോക്കേണ്ട കാര്യമില്ലല്ലോ. അതൊരു ഇൻസൾട്ട് ആണ് സ്ത്രീകൾക്ക് പൊതുവെ. ആവശ്യമില്ല. വീട്ടില് അടി ഉണ്ടാക്കുന്ന സമയത്ത് പിന്നെ അവിടുത്തെ സിറ്റുവേഷൻ അനുസരിച്ച് അവര് പറയുന്നതാണ്. എന്നാലും നമ്മൾക്ക് കാണുന്നവർക്കാവുമ്പോഴത്തേക്കും അത്രയും ചിലവർക്ക് അത് ഹേർട്ടാവും. അങ്ങനെ പറയേണ്ടിയിരുന്നില്ല എന്നൊക്കെ തോന്നും. അങ്ങോട്ടേക്ക് പറയാൻ തിരിച്ച് ഇങ്ങോട്ട് തന്നെ അതൊന്നും പറയാൻ പാടില്ല. അങ്ങനെയല്ല. ഇപ്പോ എന്താ പറയാ, ജാൻമണി പറയുന്നതാണെങ്കിലും ഒന്നാമത്തെ നമുക്ക് ക്ലിയർ ആവുന്നില്ല പുള്ളി പറയുന്നത് എന്താന്നുള്ളത്. നേരത്തെ ആദ്യമൊക്കെ ഞാൻ കാണുന്നുണ്ടായിരുന്നാണ്. പിന്നെ ഇപ്പൊ ഒരു ബ്രേക്ക്, കാരണം ഫുൾ അതില് അടി ഇടി ഒക്കെ ആയപ്പോഴത്തേക്കും കാണലൊന്ന് കുറച്ചിട്ടുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം വീട്ടിലിരുന്നിട്ട് ജാസ്മിൻ സംസാരിച്ചു. വീട്ടിൽ നിന്ന് അച്ഛൻ വിളിച്ചിട്ട് ബിഗ് ബോസ് തെറ്റാണെന്ന് തോന്നുന്നു. അത് തെറ്റാണ് തോന്നുന്നുണ്ട്. കാരണം ഇത്രയും കഴിഞ്ഞ സീസണുകളിലൊന്നും ഇങ്ങനെ ഒരു ഇത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇതിപ്പോ ജാസ്മിന്റെ കാര്യത്തിൽ ജാസ്മിൻ അത് കഴിഞ്ഞിട്ട് ഗെയിമിലാണെങ്കിലും ആ കുറച്ച് ടൈമിലൊക്കെ നല്ല രീതിയിൽ ചേഞ്ച് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ജാസ്മിൻ്റെത് യൂട്യൂബിൽ ഞാൻ നേരത്തെ കാണുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ബിഗ് ബോസിൽ ജാസ്മിൻ വന്നപ്പോൾ തന്നെ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ജാസ്മിനും മുടിയനൊക്കെ. കാരണം നമ്മൾക്ക് കുറച്ച് അറിയാവുന്നത് അവരൊക്കെയായിരുന്നു. അപ്പോൾ അവരൊക്കെ കയറും. പക്ഷെ ഇപ്പോൾ ജാസ്മിൻ്റെ ഈ ഗബ്രി ആയിട്ടുള്ള ഒരു ലവ് ട്രയാങ്കിളുടെ ഒരു ഇത് നമുക്ക് അത്ര കാണുന്നവർക്ക് ഭയങ്കര മടുപ്പായിട്ട് തോന്നുന്നുണ്ട്. ഒറ്റയ്ക്ക് കളിക്കാൻ തന്നെ നല്ല രീതിയിൽ കളിച്ചു പോയിരുന്നല്ലോ. പക്ഷെ ഇതിപ്പോൾ നമുക്ക് ജാസ്മിൻ ഔട്ടാവുന്നുള്ള രീതിയിലൊരു ഇത് വരുന്നുണ്ട്. പിന്നെ ഈ ഫാദറിനെ വിളിച്ചതാണെങ്കിലും അത് ഒരാളോട് മാത്രം ചെയ്യുന്ന ഒരു കാഷ്വാലിറ്റി ആയിട്ടും നമുക്ക് തോന്നുന്നുണ്ട്. സ്റ്റാർട്ടിങ്ങിൽ ജിൻഡോ ഒക്കെ നമുക്ക്, പക്ഷെ ഇപ്പോൾ ജിൻഡോ ഗെയിമിൽ നല്ല രീതിയിൽ ഇറങ്ങി അങ്ങനെ മണ്ടനാന്നുള്ള രീതിയിൽ കാണിക്കൽ മാത്രമേ ഉള്ളൂ. ജിൻഡോ ഗെയിം നന്നായിട്ട് ഇപ്പോൾ കളിക്കുന്നുണ്ട്. കാരണം നല്ല രീതിയിൽ സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കാൻ നോക്കുന്നുണ്ട്. നേരത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ കാണാത്തതായിരുന്നു ബിഗ് ബോസ്. അപർണ, മൾബറി, റിയാസ് ആ ഒരു സീസണാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അതൊക്കെ മുടങ്ങാതിരുന്ന് കാണുമായിരുന്നു. പിന്നെ റോബിൻ്റെ ഒക്കെ ആണെങ്കിലും നല്ല രീതിയിൽ കാണുന്നുണ്ടായത്. ഈ സീസൺ ഒരു സ്റ്റാർട്ടിങ് ഒരു ഇതാണ്. ഇപ്പോൾ കൂടുതൽ ഈ അനാവശ്യ കാര്യങ്ങൾക്കുള്ള വഴക്ക്, അനാവശ്യ കാര്യങ്ങൾക്കുള്ള കരച്ചിൽ അങ്ങനെ തോന്നുന്നുണ്ട്. ഇപ്പോൾ ഭയങ്കര ബോർ. അതുപോലെ ഒന്നും മനസ്സിലാവുന്നില്ല, ക്ലിയർ ആവുന്നില്ല. ഇന്നലെ കൂടി ഞാൻ എൻ്റെ അനിയത്തിനോട് പറഞ്ഞോളൂ. കാരണം അനിയത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും സ്റ്റാർട്ടിങ് മുതലേ കാണുന്നത്. ഞാൻ അങ്ങനെയല്ല, ഞാൻ ഇടക്കാലത്ത് കണ്ടു തുടങ്ങിയത്. അപ്പം നമുക്കാണെങ്കിൽ പോലും എന്താ നടക്കണേ അറിയില്ല. ജാസ്മിൻ്റെയും ഗബ്രിയുടെയും അനാവശ്യമായിട്ടുള്ള ഈ ഹഗി കൂടെ ഉള്ളത് അതൊക്കെ നമുക്കിപ്പോൾ ഒരു ഇച്ചിരി ബാക്കിലോട്ട് വലിക്കുന്നുണ്ട്. ചിലപ്പോഴൊക്കെ ഇത് കാണാൻ തന്നെ തോന്നൂല. എന്ന് വെച്ചാൽ എപ്പോൾ നോക്കാനും അടി, ഒച്ചപ്പാട്, ബഹളം, ഈ കെട്ടിപ്പിടിച്ച് ഓരോരുത്തർ തള്ളിക്കൊണ്ട് അങ്ങോട്ട് പോകല്, അവിടെ ഇടി പിടിക്കുമ്പോൾ എല്ലാം കൂടി ഒരാളെ പിടിച്ച് അങ്ങോട്ട് പറ്റാൻ മുടിയെ അയാളില്ല. അയാൾ ഈ കഴിഞ്ഞ ആഴ്ച മുഴുവനും എന്ത് ഒച്ചപ്പാടും ബഹളം, എടി പോടി എന്നൊക്കെയാണ് ഓരോ പെണ്ണുങ്ങളെ വിളിക്കണത്.
ആ ഉപ്പുമുളകിലുള്ളവൻ. പക്ഷെ ഭയങ്കര ബോറാണ് ഈ പ്രാവശ്യത്തത്. ഉള്ള കാര്യം പോലെ ആദ്യത്തേത് നല്ല അടിപൊളിയായിരുന്നു, രണ്ടാമത്തേതും നല്ലതായിരുന്നു. ഇതെല്ലാം കൊണ്ട് 2 പ്രാവശ്യത്തെ നല്ല ഇതാണ്. ഈ അവസാനം വന്നതില്ല, ഒന്നിനും കൊള്ളൂല. എന്ത് പിള്ളേരാണത്. ജാസ്മിനും ഗബ്രിയല്ലേ? ആ ജാസ്മിൻ ഗബ്രിയൊക്കെ എന്താണ് കിടന്ന് കാണിക്കണത്? അല്ല, ഞാൻ തമാശയായിട്ട് നമ്മൾക്ക് ആലോചിച്ചിട്ട് ഇതൊക്കെ നമ്മൾ ആദ്യമേ കണ്ടതുകൊണ്ട് നമുക്ക് അറിയാൻ പറ്റും. ഇപ്പൊ എടുത്തത് ഭയങ്കര മോശം എന്ന് പറഞ്ഞാൽ ഭയങ്കര മോശമാണ്. ആർക്കും ഒരു അഭിപ്രായം പറയാനില്ല. എല്ലാവരും ബാഗും തൂക്കിയിട്ട് അങ്ങാട് എന്തെങ്കിലും പറയാം, എടി പോടി, അവിടെ വെച്ച് ഇവിടെ വെച്ച്, നീ അങ്ങാട് പോടാ, നീ ഇങ്ങാട് പോടാ, അയ്യക്കട്ടെ കാരണത്തിട്ട് അടിച്ച്, ഇവന്റെ മുഖത്തിട്ട് അടിച്ച്, അങ്ങനെ ഒരു ചെക്കന് ഹോസ്പിറ്റലൊക്കെ ആയി. അങ്ങനെ ഇതൊക്കെ അതാ ഞാൻ പറഞ്ഞത്. ഈ പ്രാവശ്യത്തെ ഒരു കാറ്റിനും കൊള്ളൂല, ഉള്ള കാര്യം ഞാൻ പറയാല്ല. ഈ ബാക്കിയുള്ളത് ആദ്യമേ തുടങ്ങിയതൊക്കെ നല്ല അടിപൊളി ഉത്സവമല്ല, അവരുടെ എല്ലാ പരിപാടികളും നല്ലതായിരുന്നു. പക്ഷെ ഈ പ്രാവശ്യത്തിൽ ഒന്നിനും കൊള്ളൂല, ഉള്ള കാര്യം പറയാല്ല. തീരെ ഇഷ്ടമല്ല, ഒന്നിനും ഇഷ്ടമല്ല, ഉള്ള കാര്യം ഞാൻ പറയാല്ല. തുടക്കത്തിൽ ആദ്യമായിട്ടൊക്കെ വന്നതാ, പിന്നെ അങ്ങോട്ട് എല്ലാം വട്ടലായി പോവുക. എന്തിനാ ഉന്തും തള്ളും, അങ്ങാട് ഇങ്ങാട് മാറി, അവിടെ ഇരിക്കലും ഇവിടെ ഇരിക്കലും, അങ്ങാട് ഓടി ഇങ്ങാട് ഓടി, നീ അത് ചെയ്തില്ലടാ, നീ ഇത് ചെയ്തില്ലടാ, നീ അത് വെച്ചില്ലടാ. ഇതൊക്കെയാണ് ആൾക്കാർ ഇത് കണ്ടു പോകുമ്പോ അവർക്ക് ബോറടിക്കണേണ്. സത്യം പറഞ്ഞാല് എനിക്ക് ഈ പ്രാവശ്യത്തിൽ എനിക്ക് ഒരെണ്ണത്തിന് ഇഷ്ടമല്ല, ഉള്ള കാര്യം ഞാൻ പറയാല്ല. ജാൻമണി അത് അവര് നല്ല ഒരു സ്ത്രീയാണ്. കാരണം അതിന് അങ്ങനെ വലിയതായിട്ടൊന്നും അവര് ആരോടും ഒന്നിനും ഒരു വഴക്കുന്ന വയ്യാതിരിക്കുക, ഒന്നിനും അങ്ങനെ ഇങ്ങനെയൊന്നും. പിന്നെ കാര്യം പറയാനടുത്ത് അവര് കാര്യം പറയും. അതുണ്ട് അത് മോശമായ സംസാരം. ആദ്യമൊക്കെ നല്ലതായിരുന്നു, പിന്നെ അതാ ഞാൻ പറഞ്ഞു, പേരൊന്നും എനിക്ക് ആരും അറിയില്ല. അപ്പൊ ഓരോരുത്തരുടെ അഭിപ്രായമാണ് ഞാൻ ഈ പറയണത്. ആദ്യത്തേതും രണ്ടാമത്തേതും മൂന്നാമത്തേതും. പക്ഷെ ഈ ലാസ്റ്റ് വന്നതിൽ ഒരു കാര്യം മോഹൻലാലിനും വലിയ ഇഷ്ടപ്പെടുന്നില്ല, ഉള്ള കാര്യം പറയാല്ല. പക്ഷെ അവൻ നല്ല ബുദ്ധിയുള്ളവനാണ്, മണ്ടനല്ല, അവന് ബുദ്ധിയുള്ളവനാണ്. അവൻ ചെയ്യുന്ന കൈകാര്യങ്ങൾ നോക്കുവാണെങ്കിൽ അവനാണ് ഏറ്റവും നല്ലത്. അവനെല്ലാം ഒതുക്കി വെച്ചോണ്ടിരിക്കണേണ് ഓരോ കാര്യങ്ങൾ. അവനെല്ലാം ആകുമ്പോഴത്തേക്കും നല്ല നീറ്റായിട്ട് അവന്റെ ഇതൊക്കെ കൊള്ളാം. ഇത് ബാക്കിയുള്ള പെണ്ണുങ്ങളൊക്കെ എന്തിനാണിത്? ഒരു പോറാണ് മോളെ, ഉള്ള കാര്യം ഞാൻ പറയാല്ലേ. ഈ പ്രാവശ്യത്ത് മോഹൻലാലിന് പോലും ഇഷ്ടപ്പെടുന്നില്ല ഓരോരോ കാര്യങ്ങൾ. ഒരാൾ ഹോസ്പിറ്റലിൽ കിടക്കണം, അന്വേഷിക്കണം അവർക്ക്. അങ്ങനെ തമ്മിൽ ചോദിച്ചോണ്ടല്ല, ബിഗ് ബോസിൽ അത് പറയണം അവരെടുത്ത്. ഇത് ഇന്നത് കാര്യങ്ങളാണ്, അവനിങ്ങനെ ഹോസ്പിറ്റലിലാണ്, എന്താ കാര്യം? ഒരാളിടിച്ച് എന്തിനാ ഇടി പിടിക്കണത്? ആദ്യത്തിൽ ഒന്നും ഇടിയുണ്ടായില്ല, അവര് വാഗൊണ്ട് സംസാരിക്കുകയോ ചെയ്ത്. ഇത് ഈ പ്രാവശ്യത്ത് വന്നത് കയ്യേറ്റമാണ് മുഴുവനും. എനിക്ക് വന്നാൽ അത്ര നല്ലതാ, എനിക്ക് വരുന്ന തോന്നല്ല. സെക്കൻഡ് ഇവിടെയൊക്കെ കണ്ട ആകെ ഇതാണ് പരിപാടി തുടങ്ങണത്. അതാ ഞാൻ പറഞ്ഞത്, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഈ പ്രാവശ്യത്തിൽ ഒരു എണ്ണത്തിന്. എനിക്ക് ഇഷ്ടമുള്ള കാര്യം ഞാൻ പറയാല്ല. ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോ ഇന്നലെ ഞാൻ നോക്കിയപ്പോ മുടിയനെ കെട്ടിപ്പിടിച്ച് മറ്റേ പെണ്ണ് അങ്ങോട്ട് തള്ളിക്കൊണ്ട് പോകും. ഇവിടെ മറ്റേ പെണ്ണിനെ തള്ളിക്കൊണ്ട് കുറെ പേര്. ഇതെന്തോന്നാണിത്? വാക്ക് തർക്കം വേണ്ടെന്നല്ല, വെറുതെ കണ്ടുകൊണ്ട് നമുക്ക് ബോറടിക്കുള്ളു. സത്യം പറഞ്ഞാൽ ബോറടിക്കും. ഈ 50 ലക്ഷം ആരും കൊണ്ടുപോകും പറയുമ്പോൾ ആരും കൊണ്ടുപോകില്ല, ഒക്കെ കൊണ്ടുപോകും. ലാലേട്ടൻ്റെ ഒരു പ്രോഗ്രാമല്ലേ ഇതൊക്കെ. ഈ പുകവലിക്കൊക്കെ ഈ നാട് പെണ്ണുങ്ങൾക്ക് പുകവലിക്കുന്ന നാട്ടുകാരൊക്കെ ഇതല്ലേ, ഇതൊക്കെ നാട്ടിലെ കൊച്ചു പിള്ളേരൊക്കെ കാണണമല്ലേ. അതാണ് അത് അവരൊക്കെ വളരെ മോശമല്ലേ. അത് എല്ലാ സിനിമയിലുണ്ട്, സീരിയലാവും. അവര് എങ്ങനത്താണെന്ന് പറയുന്നത്, ഇനി എങ്ങനെയാണെന്ന് അറിയില്ല. അവര് ഏത് സമയത്ത് ഒറ്റ 2 പേരും ഉണ്ടാകാറുണ്ട്. അപ്പോൾ പുള്ളിയൊന്നും വളരെ ഇതായിട്ട് നീറ്റായിട്ട് സംസാരിക്കും. ഗെയിമല്ലേ മോളെ, ഗെയിമല്ലേ, അതങ്ങനെ ഉണ്ടാവും. ജയിക്കാൻ വേണ്ടി നമ്മൾ എന്തും ചെയ്യും, എത്രയ്ക്കും തരം താഴും. ജാസ്മി എന്ന് പറഞ്ഞ കുട്ടി മറ്റൊരു ആൺകുട്ടിയോട് അത്രയ്ക്ക് കാണിക്കണത് നല്ല കാര്യമല്ലല്ലോ. ലോകം മുഴുവനും കാണുന്ന പരിപാടിയല്ലേ, അത് കുറച്ചൊക്കെ അങ്ങനെ കാണിക്കാൻ പാടില്ല. നമ്മളും ജോലിക്ക് പോണത് ഗെയിമായാലും നമ്മൾ കുറച്ചൊക്കെ, കല്യാണം കഴിക്കാത്തൊക്കെ കുട്ടിയല്ലേ, കുറച്ചൊക്കെ ഒരു ഇത് വേണ്ടേ. ഇത് എനിക്കിഷ്ടല്ല. അയാൾ നല്ല ഗെയിമറാണ്. മണ്ടനായിട്ട് അതിൻ്റെ ഉള്ളിൽ കാണുന്നുണ്ടെങ്കിൽ അത് ഗെയിമിന് വേണ്ടിയിട്ടാണ്. മനസ്സിലായി, ഗെയിമിന് വേണ്ടിയിട്ടാണ് അവര് എന്തും നമുക്ക് കാണിക്കണത്.
ആ കുട്ടി പറഞ്ഞില്ല കഴിഞ്ഞ പ്രാവശ്യം മറ്റേ റൂമിലേക്ക് ഒരാളെ വിട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും പിരിഞ്ഞിരിക്കും, ഞങ്ങൾ ഒരുമിച്ചാ ഗെയിം കളിക്കണേന്ന് എല്ലാവരും പറഞ്ഞു. അപ്പം അത് ആരും സമ്മതിച്ചില്ലല്ലോ. അവർക്ക് ഒരാളെ അതിൻ്റെ ഉള്ളിലാക്കായിരുന്നല്ലോ. അപ്പം എല്ലാവരും മനസ്സിലാവുള്ളൂ രണ്ടുപേരും എങ്ങനെയാണ് കളിക്കണേന്ന് മനസ്സിലാവണം. ഒരുമിച്ച് വെച്ചത് കൊണ്ടല്ലേ രണ്ടുപേരും ഒരുമിച്ച് കളിക്കണേന്ന് പറയണം. അങ്ങനെയുള്ളവരെന്ത് ചെയ്യണം? ആ കുട്ടി തന്നെ പറഞ്ഞല്ലോ, ഒരാളെ നിങ്ങൾ ആ റൂമിലാക്കും, ഒരാൾ ഇതിലാക്കുന്നു. ഇവരാക്കാത്തത് ഇവരുടെ തെറ്റല്ല. പിന്നെ ഇവർ ഒരുമിച്ച് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്സിൻ്റെ ഇത്. പിന്നെ ആ കുട്ടി കാണിക്കുന്നത് കുറച്ച് അങ്ങനെ കാണിക്കാൻ പാടില്ല എന്നാണ് എൻ്റെ ഇത്. ജാൻമണി ഈ അടി ഉണ്ടാക്കുമ്പോഴൊക്കെ ഭയങ്കര ശാപവാക്കുകളും മോശം വാക്കുകളൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ എന്താ അഭിപ്രായങ്ങൾ? അത് ശരിയല്ലെന്നുള്ളതാ. അതായത് അവരുടെ കൾച്ചറായിരിക്കും അങ്ങനെ കാണിക്കണത്. മലയാളികളുടെ ഒരു കൾച്ചറല്ലല്ലോ അവരുടെ. അവർ നോർത്ത് ഇന്ത്യൻ എങ്ങാണ്ടുള്ള ആൾക്കാരല്ലേ. അവരുടെ സംസാരത്തിൽ മനസ്സിലാക്കുക തമിഴാണോ തെലുങ്കാണോ എന്ന് അറിയില്ലല്ലോ. അവരുടെ സംസാര രീതി അങ്ങനെ ആയിരിക്കും, അല്ലെങ്കിൽ അവരുടെ നേച്ചർ അങ്ങനെ ആയിരിക്കും. നമ്മുടെ മലയാളികളുടെ നേച്ചർ പോലെ ആയിരിക്കണമെന്നില്ല എല്ലാവരുടെയും. പക്ഷെ അവർ ഇച്ചിരി ഓവറാണ്. ജാസ്മിനും ഗബ്രിയും തമ്മിൽ ഭയങ്കര കൂട്ടായിരുന്നു. അവർ ഭയങ്കര കൂട്ടായിരുന്നു. വീട്ടിൽ നിന്ന് അച്ഛൻ വിളിച്ചതിന് ശേഷം ഉള്ള കുറച്ച് ആഴ്ചകളിൽ ജാസ്മിൻ കുറച്ച് ഗബ്രിയായിട്ട് വിട്ടുന്നത്. പിന്നെ അതിനുശേഷം ഇപ്പോൾ ക്യാപ്റ്റൻസി ടഫിലേക്ക് വന്നപ്പോൾ ഇതിപ്പോൾ ഒരാൾ ക്യാപ്റ്റനാവും, ഗബ്രി ജാസ്മിൻ്റെ ഒരാൾ ക്യാപ്റ്റനാവും. അപ്പോൾ ഇവരുടെ ഈ ബന്ധം പൂർണ്ണമായിട്ട് പിരിയുമെന്ന് തോന്നുന്നു. പിരിയും എന്ന് പറയാൻ പറ്റില്ല, പിരിയൂല എന്നും പറയാൻ പറ്റില്ല. കാരണം അവരുടെ പോക്ക് അങ്ങനെയാണ്. ആദ്യം ഭയങ്കര ക്ലോസ് ആയിരുന്നു, ഇപ്പം പിന്നെ ഇച്ചിരി അകലിച്ചൊക്കെ വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ചിലപ്പോൾ അതിനകത്ത് തടി മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു. തടി മാത്രമേ ഉള്ളൂ എന്നാണ്. വലിയ കോമൺ സെൻസ് ഒന്നും ഇല്ലാന്ന് തോന്നുന്നുണ്ട് ആ പയ്യന്. അതിനകത്ത് അടിമുടുക്ക് കാണിച്ചുള്ള ആക്ടിങ് മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നുണ്ട്. പൊതുവെ പക്ഷെ കുഴപ്പമില്ല, അവനൊരു പാവം പയ്യനാണെന്ന് തോന്നുന്നുണ്ട് കണ്ടിട്ട്.